ഹായ്, രണ്ട് മൂന്ന് അപ്ഡേറ്റുകൾ പറയാനുണ്ട്. നമ്മുടെ എംബുരാനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ ആദ്യം നമ്മൾ ദാവീദിനെ കുറിച്ച് പറഞ്ഞിട്ട് വരാം. ഒരു സുഖം. ദാവീദ് January 26 ലുലുമാൾ കൊച്ചിയിൽ വരുന്നു. ദാവീദ് ആൻഡ് ടീം എന്ന് പറഞ്ഞൊരു പോസ്റ്ററും തന്നിട്ടുണ്ട്. പോസ്റ്ററിൽ ആരൊക്കെയോ ഉണ്ട്. സത്യം പറയാം, എനിക്ക് ഇത് ആരെന്നൊന്നും ഒരു പിടിയും കിട്ടില്ല. ഇതൊക്കെ ഇനി പ്രൊഫഷണൽ ബോക്സിംഗേഴ്സ് ബോക്സർമാരുണ്ടോ അത് വേറെ സംഭവങ്ങളുണ്ടൊന്നും അറിയില്ല. കുറെ ലേഡിയും മറ്റോ ആൾക്കാരും നല്ല ബോഡിയുള്ള ആൾക്കാരും ആരൊക്കെയോ ഉണ്ട്. പക്ഷെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളും എനിക്ക് പേഴ്സണലി അറിയില്ല. എനിക്ക് അറിയാത്തതുകൊണ്ടാണോന്നും അറിയില്ല. അതോ അതിൽ അഭിനയിക്കുന്ന ആളുകളാണെന്നും അറിയില്ല. എന്തായാലും ഡി ഫൈറ്റ് നൈറ്റ് പ്രൊഫഷണൽ ബോക്സിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ഗെറ്റ് റെഡി ഫോർ an adrenaline packed evening brought to you by Team David. Witness electrifying professional boxing matches this Republic Day, January 26 at Lulu Mall, Kochi എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് മോർ ദാൻ ജസ്റ്റ് ബോക്സിംഗ്. ഇറ്റ്സ് എ നൈറ്റ് ഓഫ് എനർജി, എക്സൈറ്റ്മെന്റ് ആൻഡ് അൺമാച്ച്ഡ് എന്റർടൈൻമെന്റ്. ഡോണ്ട് മിസ് ഔട്ട് on this power-packed event as we gear up to deliver the ultimate knockout experience. David is coming to theaters near you on February 14, 2025. Don't miss it. അങ്ങനെ പറഞ്ഞു എഴുതിയിട്ടുണ്ട്. ഈ ദാവീദ് വരുന്നതും ബറോസ് വരുന്നതും സോറി ബറോസ് ദാവീദ് വരുന്നതും ബസൂക്ക വരുന്നതും February 24. സോറി ഞാൻ പോവുകയാണത് February 14 തന്നെയാണ്. എന്തല്ലേ കാമുകന്മാരുടെ ദിവസമായതാണ് അന്തമാരി ആൾകൾ. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ മാറിപ്പോണെന്ന് തോന്നുന്നത്. കാമുകന്മാരുടെ ശാപം. അപ്പൊ എന്തായാലും രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. നിങ്ങൾ ഏത് കാണാൻ പോകും? ഞാൻ ബസൂക്ക കാണാൻ പോകും നെക്സ്റ്റ്. അതിനുശേഷം ദാവീദും കാണും. നിങ്ങൾ ഏത് കാണും എന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. നെക്സ്റ്റ് തുടരും. അവിടെ തുടരുനെ കുറിച്ച് പറയാനുള്ളത് ഡേറ്റ് മാറ്റി. തുടരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, കുറെ പ്രോബ്ലംസ് ആണ്. ലാലേട്ടനല്ല ഇത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. ഓ എന്തൊക്കെ പറച്ചിലായിരുന്നോ, ഇപ്പൊ എന്തായി തുടങ്ങിയിട്ടുള്ള കുറെ കമന്റുകൾ വരുന്നുണ്ട്. എന്താ പ്രശ്നം? ഡേറ്റ് ഒന്ന് മാറ്റി. ഇൻ 2 days അതിന്റെ ഡീറ്റെയിൽ വരികയും ചെയ്യും. ഇന്ന് വരേണ്ടതാണ്, ഇല്ലെങ്കിൽ നാളെ എന്തായാലും വരും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് ഒഫീഷ്യൽ കൺഫേംഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ് അവർ തരികയും ചെയ്യും. ഡേറ്റ് മാറ്റി എന്നുള്ളതിന്റെ പ്രശ്നം എന്താ? അത് തമ്മിൽ തല്ലും കച്ചറ ഉണ്ടാലും മാത്രമേ മാറ്റുള്ളൂ. എന്തായാലും അതിനൊരു ക്ലിയറൻസ് കൊടുത്തുകൊണ്ട് ഇവിടെ ദാവീദ് ടീമിന്റെ ആളുകൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് തുടരും സിനിമയ്ക്ക് യാതൊരു ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും ഇല്ല. ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഫിനാൻഷ്യൽ പ്രശ്നം, പൈസ കഴിഞ്ഞില്ല, മോഹൻലാൽ കുറെ ചോദിച്ചു, അത് വലിയ വിഷയമായി. ഞാൻ ആലോചിക്കുന്നത് മോഹൻലാൽ ഇതിൽ എന്ത് ചോദിക്കാൻ? അവരുടെ പ്രൊഡക്ഷൻ കമ്പനിക്ക് വേറെ എന്ത് പ്രശ്നം? യാതൊരു പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? അറിയില്ല. ഒരു രസം. അത് പറഞ്ഞിരിക്കുന്നത് എല്ലാ ബിസിനസ്സുകളും കൃത്യമാണ്, വാസ്തവവിരുദ്ധമായ പ്രചാരങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് തുടരും പ്രൊഡക്ഷൻ ടീം വ്യക്തമാക്കിയിട്ടുണ്ട്. സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിത വിയോഗം, അത് കാരണമുണ്ടായ ചില തടസ്സങ്ങൾ കാരണമുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ലാസ്റ്റ് സ്റ്റേജിലാണ് എന്നതാണ് നിലവിലെ അപ്ഡേറ്റ്. എന്ന് പറഞ്ഞാൽ എന്താ, അവരെ അതിന്റെ ടെക്നിക്കൽ ടീമിലുള്ള ഏതോ ഒരാൾ പെട്ടെന്നൊരു മരണം ഉണ്ടായി. അയാൾക്ക് മനുഷ്യന്മാരല്ലേ, എന്താ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല, മരിച്ചുപോയി. അപ്പൊ അത് കാരണം അവർ ചെയ്തു വെച്ചിട്ടുള്ള കണ്ടിന്യൂഷൻ പോകുന്നതിനും പിന്നെ അവർ മരണം സംഭവിക്കുമ്പോൾ ചെറിയ ഗ്യാപ്പ് എടുക്കുന്നതായിട്ടും പിന്നെ അവർ ചെയ്തു വെച്ച വർക്കിൽ കുറെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വരും. അത് സ്വാഭാവികമല്ലേ. ഒരാൾ മൊത്തം കാര്യങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ ഇല്ലാതാകുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളാണ്. പിന്നെ അത് ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങേണ്ടി വരും. അല്ലെങ്കിൽ അയാൾ നിർത്തിയെടുത്ത് വെച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ചില ബുദ്ധിമുട്ടുണ്ടാകും. സിനിമയല്ലേ, എത്ര ആളുകൾ കോർഡിനേറ്റ് ചെയ്യുന്ന വലിയ പരിപാടിയാണ്. അപ്പൊ അത് കാരണം ഉണ്ടായ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും അതിന്റെ കൺഫേംഡ് ആയിട്ടുള്ള ഡേറ്റ് 2 ദിവസം കൊണ്ട് വരും എന്ന് പറഞ്ഞിട്ട് ഇന്നലെ തന്നെ ഇതിന്റെ വാർത്ത വന്നിരുന്നു. സോ അതിൽ ഇനിയിപ്പോൾ അധികം പറയാനൊന്നുമില്ല. എന്തായാലും തുടരുന്ന നിലവിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. അത് കിടിലൻ സിനിമ തന്നെയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും അത് 1-2 ദിവസത്തിനകം അധികം വലിയ മാറ്റമില്ലാത്ത, ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലാത്ത ഒരു ഡേറ്റ് തരും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് വീണ്ടും ഡൊമിനിക്കിനെ കുറിച്ച് എന്നും പറയാനുണ്ട്. കാരണം ഇപ്പൊ 3 days to go എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് തന്നിട്ടുള്ളത് നമ്മൾ ടീസർ കണ്ടിട്ടില്ല. അതായത് ഡൊമിനിക്കിന്റെ ഈ താവളം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. നാട്ടിലിവിടെ പോയാലും ഡൊമിനിക്കിന്റെ പോസ്റ്റേഴ്സ് ആണല്ലോ എന്ന് പറഞ്ഞ ആ കഥാപാത്രത്തെ കുറിച്ചാണ്. അതായത് എഴുതിയിരിക്കുന്നത് ലീവ്സ് ഇൻ മൂന്നാറിലാണ് താമസിക്കുന്നത്. എലോൺ, ഒറ്റയ്ക്കാണ്. ഡെയിലി വിസിറ്റ് ഡാൻസ് ക്ലാസ് അറ്റ് 10 AM 10 AM എല്ലാ ദിവസവും ഡാൻസ് ക്ലാസ് വിസിറ്റ് ചെയ്യും. നന്ദിത, അതാണ് പേര്, നല്ല പേര്. സിംഗിൾ, 5-6 ഫീറ്റ് ഹൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 5-6. ഓക്കെ. മോസ്റ്റ്ലി വിയർ കോട്ടം സാരി. ഓക്കെ, കോട്ടന്റെ സാരി. ബിന്ദിയോ എന്താ സംഭവം ബിന്ദി ആണോ? ആണ്. ജിമിക്കി, എന്നിട്ട് ജിമിക്കിന്റെ ജെ വെട്ടിയിട്ട് ജി എന്നാക്കിയിട്ടുണ്ട് മലയാളത്തില്. ഭരതനാട്യം ഡാൻസർ. കണ്ട ശരിക്കും ഫോട്ടോ കണ്ടാലും കറക്റ്റ് ഒരു ഭരതനാട്യം ഡാൻസറിന്റെ ലുക്ക് ഉണ്ട് കേട്ടോ. അത് പൊളിച്ച്. നൃത്തം ഒരു മഹാസാഗരമാണ്.
അതിന്റെ തീരത്തിരുന്ന് ചൂണ്ടയിടുന്ന ഒരു പാവം കുട്ടി എന്ന് ഇതിട്ട് വെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ സിമ്പിളായിട്ട് ശോഭന ലൈറ്റ് അത് പൊള്ളി ഒറ്റയടിക്ക് ശോഭന ലൈറ്റ്. ഓക്കെ, അതിലാണ് എല്ലാ കാര്യങ്ങളും. നൃത്തം ഒരു മഹാസാഗരമാണ്. അതിന്റെ തീരത്തിരുന്ന് ചൂണ്ടയിടുന്ന കുട്ടി. എന്തായാലും ഇവരുടെ ഈ ഹ്യൂമർ സെൻസ് ഭയങ്കര രസമായിട്ടുണ്ട്. 3 days to go, 3 ദിവസം മാത്രമാണ് പടത്തിന് ഉള്ളത്. ഇനി പറയാനുള്ളത് പ്രേമലു 2. പ്രേമലു 2 വരുന്നുണ്ട്. ഒഫീഷ്യലി ഇതിന്റെ പ്രൊഡക്ഷൻ ടീമും അത് എന്തിനധികം പറയുന്നു, ഡയറക്ടർ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 എന്തായാലും സംഭവിക്കും എന്നുള്ളത്. ഇപ്പൊ പ്രേമലു 2 ജൂണിൽ തുടങ്ങും എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കേട്ട വാർത്ത. പ്രേമലു 2ന്റെ എഴുത്തുകാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സെറ്റ്. ലൊക്കേഷൻ ഹണ്ടും മറ്റ് പ്രീ പ്രൊഡക്ഷൻ വർക്കുകളും നടക്കുകയാണ്. ഓക്കെ, ജൂൺ പകുതിയോടെ പ്രേമലു 2ന്റെ ആദ്യ ഷെഡ്യൂൾ ഷൂട്ട് ആരംഭിക്കും. പൊള്ളി. 3-4 ഷെഡ്യൂൾ ഉണ്ട്. ഓക്കെ, 2025 അവസാനത്തേക്ക് റിലീസ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. വളരെ നല്ല കാര്യം. സംവിധായകൻ ഗിരീഷിന്റെ തീരുമാനമാണത്. ആഹാ. ഷൂട്ട് എന്തായാലും ജൂൺ പകുതിയോടെ ആരംഭിക്കും. ആയിക്കോട്ടെ. ആദ്യ ഭാഗത്തേക്കാൾ കുറച്ചുകൂടി വലിയ ക്യാൻവാസിലുള്ള ഒരു പടമാണ് എന്ന് ദിലീഷ് പോത്തൻ പറഞ്ഞു. അമ്പോ. അപ്പൊ അങ്ങനെയാണ് അത് കേട്ടിട്ടുള്ളത്. പടം വരട്ടെ. 1 ഭയങ്കര സംഭവമായിരുന്നു. 2 വരുമ്പോൾ അതേ രീതിയിലുള്ള പരിപാടിയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചടക്കും. പെട്ടെന്ന് വന്നാൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ ടച്ച് വിട്ട് പോയിട്ട് ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ആ സാധനം വർക്ക് ആവണമെന്നില്ല. കാരണം പ്രേമലു ഒട്ടും പ്രതീക്ഷിക്കാതെ വെറുതെ വന്ന് ആ വൈബിൽ അടിച്ച് കയറി പോയിട്ടുള്ള ഒരു സാധനമാണ്. അത്തരത്തിലുള്ള പടം തന്നെ ആകട്ടെ പ്രേമലു 2 എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും എത്രയും പെട്ടെന്ന് ഇറക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ഇതാണ് മക്കളെ തീ. കാട്ടുതീ പടർ. അന്നവിടെ കാട്ടുതീ പടർന്നു എന്ന് പറഞ്ഞില്ല, അമ്മാതിരി പരിപാടിയാണ് എമ്പുരാൻ. ലൂസിഫർ L2E. ഓക്കെ, അപ്പൊ പൃഥ്വിരാജ് ഇന്നലെ ഇട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. സത്യം പറയും, വേറെ അപ്ഡേറ്റുകളൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചാണെങ്കിൽ ഈ അപ്ഡേറ്റ് കുറെ ആളുകൾ മെസ്സേജ് അയച്ചപ്പോഴും ഞാൻ കണ്ടു. പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് ഒരു 16 മെസ്സേജ്. ഞാനത് എണ്ണി നോക്കിയിട്ടാണ് പറയുന്നത്. 16 ആളുകളാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഇൻക്ലൂഡിങ് ഇൻസ്റ്റാഗ്രാം ആൻഡ് വാട്സപ്പ്. അപ്പോ എമ്പുരാന്റെ ടീസർ വരുന്നു. 2 മിനിറ്റ് 10 സെക്കൻഡ്. അതിനല്ലേ 10 സെക്കൻഡ്. അതൊരു പൊളിക്കും. എന്നിട്ട് പൃഥ്വിരാജ് ഇട്ടിരിക്കുന്നത് ഇവിടെ ഒരു ബ്ലൂടൂത്തിൽ കാറിൽ മറ്റേ കണക്ട് ചെയ്തിരിക്കുന്ന മറ്റേ സാധനം പോലെ ഡിസ്പ്ലേ കാണിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ 2 ഇട്ടിട്ടുണ്ട്. അൺനോൺ മീഡിയ പ്ലെയർ. ആയിക്കോട്ടെ. എമ്പുരാൻ ടീസർ ഫൈനൽ music.mov 21 സെക്കൻഡ് കേട്ട് വെച്ചിരിക്കണം. 2:10 ഇതിന്റെ ടൈം ഉള്ളത്. വേറെന്തുള്ള 21 ഡിഗ്രി സി, ഓട്ടോ, മീഡിയം, AC, ഓണ്. കാറ് തന്നെ കേട്ടത്. ഏതാ കാറ്? വൻ പരിപാടി. അതവിടെ നിൽക്കട്ടെ. അപ്പൊ എമ്പുരാന്റെ ടീസർ ഇപ്പൊ വരും. എല്ലാവരും പറഞ്ഞിട്ട് 26-ാം തീയതി ഈ റിപ്പബ്ലിക് ഡേ സംബന്ധിച്ച് അന്ന് വരാനാണ് സാധ്യത എന്നുള്ള രീതിയിൽ കുറെ നമ്മൾ വാർത്ത കേട്ടിരുന്നു. ടീച്ചർ വരുന്നല്ല, ഒരു ഗ്ലിംസോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം, ഇല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു അപ്ഡേറ്റോ ഒക്കെ വരും. അല്ലെങ്കിൽ ആ പുറം തിരിഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ഡോൺലി ആണെന്നും ഇന്ദ്രൻസ് ആണെന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ആ ആളുടെ ഫേസ് റിവീൽ ചെയ്യുന്ന രീതിയിലും കേട്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഈ സംഭവം വെച്ചെടുത്തോളം തോന്നുന്നത് ഈ 2 മിനിറ്റ് 10 സെക്കൻഡുള്ള ടീച്ചർ അവർ അന്നെങ്ങാനും ഇറക്കി വിട്ട എന്റെ മോനെ അതൊരു പോക്ക് പോകും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു ഇനി ഇറങ്ങാനിരിക്കുന്ന ഇന്ത്യൻ സിനിമകൾ എടുത്തു നോക്കിയാൽ പോലും അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്ന് എമ്പുരാൻ ആവാനാണ് സാധ്യത. അതിന് പല കാരണങ്ങളുണ്ട്. മോഹൻലാൽ എന്നുള്ളത് മാത്രമല്ല, ഒരു പാൻ ഇന്ത്യൻ റീച്ചുള്ള ഒരു നടനും സംവിധായകനുമാണ് നമ്മുടെ പൃഥ്വിരാജ്. കാരണം ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതിപ്പോ ഹിന്ദിയിൽ എടുത്തിട്ടുണ്ട്, തെലുങ്കിൽ എടുത്തിട്ടുണ്ട്, തമിഴിൽ എടുത്തിട്ടുണ്ട്. ഹിന്ദിയിൽ എടുത്തോ? മറ്റേ ചിരഞ്ജീവിയാണ് ചെയ്തു തോന്നുന്നു. ഹിന്ദിയിൽ ഇല്ലല്ലേ? എന്തായാലും തമിഴിൽ കമൽഹാസൻ ചെയ്തിട്ടുണ്ട്. എമ്പുരാൻ കമൽഹാസൻ ചെയ്തോ? ചിരഞ്ജീവി മാത്രമാണ്. മാറിപ്പോയി. ഞാൻ ഈ കമൽഹാസൻ ചെയ്തത് മറ്റേ സംഭവമാണ്. ഏത്? ദൃശ്യം. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പോ എന്തായാലും ഈ പൃഥ്വിരാജിന് ഈ സലാർ അടക്കം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സംഭവം എല്ലാ സ്ഥലങ്ങളിലെയും ഓടി നടന്നും പാറി നടന്നും, ഫ്ലൈറ്റ്. പുള്ളിക്കാരൻ കുറെ പ്രൊമോഷൻ നടത്തിയിട്ടുണ്ട്. ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ സോണി ആയിട്ട് വരെ ഇവിടെ പടം ചെയ്തിട്ടുണ്ട്. നയനൊക്കെയാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ വേറെ കുറെ വലിയ ടീമുകളായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. ഒമ്പല ഫിലിംസിന്റെ ചൈസ് എന്ന് പറഞ്ഞ പടം ഡയറക്ട് ചെയ്യാൻ പോകുന്നു. അതിൽ പ്രധാന കഥാപാത്രത്തിൽ അഭിനയിക്കാൻ പോകുന്നത് പൃഥ്വിരാജാണ്. പ്രഭാസ്, പിന്നെ നമ്മുടെ ആരാ പറയാ, അയ്യോ യശ്, അങ്ങനെ ഇവരൊക്കെയുള്ള കണക്ഷനുള്ള ഒരാളാണ് പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ വലിയ ക്യാൻവാസിൽ ചെയ്ത പടമായതുകൊണ്ടും ഇത് അത്തരത്തിൽ വലിയ റീച്ച് കൊടുക്കാൻ കഴിയുന്ന നടനും കൂടിയാണ് പൃഥ്വിരാജ്. ഇനിയിപ്പോ റീച്ച് ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും എമ്പുരാന്റെ വിജയം കാരണം തന്നെ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഈ പുറത്തുള്ള ആളുകൾക്കാണെങ്കിൽ മോഹൻലാൽ ഒന്നാമത്തെ കാരണം, ആൻഡ് പൃഥ്വിരാജുമായിട്ടുള്ള ഈ ബന്ധങ്ങൾ കാരണം ആളുകൾ ഇത് എന്താണ് സംഗതി എന്ന് അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും
എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഹോംബാല ഏറ്റെടുത്ത് ഭയങ്കര സംഭവമായിട്ട് നടത്തിയാലും അതിൽ ഞെട്ടാനൊന്നുമില്ല. അപ്പൊ എമ്പുരാന്റെ ടീസർ വരുന്നത് ഒരു വൻ വരവായിരിക്കും. അത് ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ തന്നെ വലിയ റീച്ച് ടീസറിന് പോലും കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ വിശ്വാസം പോലെ നിങ്ങൾക്കും വിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ചാടാ.